ഹായ്, വെൽക്കം ടു ബ്ലാക്ക് കോഫി. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറച്ചധികം ബെറ്റാസിനെ ബ്രീഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. സാധാരണ ഞാൻ ബ്രീഡ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ്. കണ്ടോ, നമ്മളുടെ ഈ പോട്ടിലേക്കൊക്കെയുള്ള ബെറ്റാസിനെ ഞാൻ ബ്രീഡ് ചെയ്യാനാണ് ഇന്നത്തെ പ്രോഗ്രാം കേട്ടോ. കണ്ടോ, അപ്പോൾ സാധാരണ ഞാൻ ബ്രീഡ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇടാറൊന്നുമില്ല. ഈ വലിയ ടാങ്കിൽ എല്ലാത്തിനും കൂടി ഇടും. അപ്പോൾ കുറേ ബ്രീഡായി കുട്ടികൾ ഇറങ്ങുമ്പോൾ അതിന് പിടിച്ച് മാറ്റിയിടുക, അങ്ങനെയാണ്. ഈ രണ്ട് ടാങ്കും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തൊരു ടാങ്കുണ്ട് നമുക്ക് കാണാം, അതിലൊക്കെ കുട്ടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വിപുലീകരിച്ച് ബ്രീഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് പേയേഴ്സിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മളൊരു 6 പെയറിനെയാണ് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് റെഡ്. ഇപ്പോൾ അത് ചെറുതായിരുന്നു, ഇപ്പോൾ 2 ആഴ്ചയായിട്ടൊന്ന് സീസൺ ചെയ്ത് ഒന്ന് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഇത് നമ്മളുടെ റെഡ്. ഇതിൻ്റെ തന്നെ പേര് നമ്മുടെ ഇത് നമ്മളുടെ വൈറ്റാണ്. ഇത്രത്തോളം കാണുന്നത് ഈ വൈറ്റിൻ്റെ മെയില് ചത്തുപോയി. അപ്പോൾ ഞാനെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു ഫുൾ വൈറ്റ് അല്ല, പക്ഷെ ഒരു ബിഗ് ഇയർ വൈറ്റിൻ്റെ ഒരു മെയിലുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഒന്ന് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിൽ തന്നെ ബിഗ് ഇയറിൻ്റെ കുട്ടികൾ കിട്ടും. അപ്പോൾ അത് ഒരെണ്ണം പ്ലാൻ അതാണ്. കേട്ടോ, ഭംഗിയുള്ളതാണ്. പിന്നെ നമ്മളുടെ തായ് ഫ്ലാഗിൻ്റെ ഇതാണ്. തായ് ഫ്ലാഗ് അത് ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 2 പേരാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഫീമെയിലിനെ ഞാൻ വേറെ വിധത്തിൽ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. തായ് ഫ്ലാഗ്, പിന്നെ റെഡിൻ്റെ തന്നെ വേറൊരുത്തൻ കണ്ട. അപ്പോൾ നമുക്ക് പ്യുവർ റെഡ് തന്നെ കിട്ടും, അതിൻ്റെ സെയിം ഫീമെയിലിനെ വെച്ച് ബ്രീഡ് ചെയ്യിക്കുന്നത്. മറ്റതൊക്കെ മിക്സൊക്കെ ആയിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത് നമ്മളുടെ മറ്റൊരു തായ് ഫ്ലാഗിൻ്റെയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽസാണ്. മെയിലും ഫീമെയിലും ഒരു സ്ഥലത്ത് തന്നെയാണ് വാങ്ങിയത് കേട്ടോ. ഇതൊരു മിക്സ് വെറൈറ്റി. ഇതും ഒരെണ്ണം. ഇതിൻ്റെ മെയിൽ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫീമെയിൽസിനൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഈ ടാങ്കിൽ തന്നെയാണ് ഈ ഫീമെയിൽസിനൊക്കെ അത്യാവശ്യം എഗ് ലോഡായിട്ടുണ്ട്. ഇത് തായ് ഫ്ലാഗിൻ്റെ, അത് റെഡിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫീമെയിൽസ് ഉണ്ടായിരുന്നു. ഒരു ബ്ലൂ ഫീമെയിൽ എനിക്ക് മിക്സായിട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു ബ്ലൂ ഫീമെയിലാണ്. ഇതിനെ വെച്ച് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പാത്രം. ട്രാൻസ്പെറൻ്റ് ആണ്, മാത്രമല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ പിന്നെ മീനുകൾക്ക് അത്യാവശ്യം നമുക്ക് കുട്ടികളെ ഒരു 10-20 ദിവസത്തോളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വലുതാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് മാറ്റണ്ട, അപ്പോൾ വെള്ളം മാറുന്ന അങ്ങനെ പ്രശ്നം വരില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു 5 ടബ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് കുറച്ച് നേരം നമുക്ക് ഇതിൽ ഈ ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ചതിന് ശേഷം പതുക്കെ മീനുകളെ ഇറക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബോക്സ് സെറ്റാക്കി മെയിൽസിനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ആൽമണ്ട് ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ pHും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആവും. ഇതാണ് നമ്മളുടെ ബിഗ് ഇയർ മെയിൽ. ഇത് വൈറ്റിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒളിച്ചിരിക്കുകയാണ്. അടിപൊളി കളറാണ്. പിന്നെ മാത്രമല്ല നല്ല പ്യുവർ വൈറ്റിൻ്റെ കുട്ടികൾക്ക് മിക്കവാറും ഇതുപോലെ ഇയറും കൂടി വരെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ നമ്മളുടെ നല്ല ഇവനാണ്, നല്ല അടിപൊളി റെഡാണ്. ഫുൾ മൂൺ ഉണ്ടോ. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അഡൽട്ട് ആയിട്ടില്ല, പക്ഷെ ബ്രീഡ് ചെയ്യാം, അതിനുള്ള ഇതായുണ്ട്. എല്ലാത്തിലും ആൽമണ്ട് ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് തീരെ സ്ട്രെസ് ഉണ്ടാവില്ല, വാട്ടർ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. ഇത് രണ്ടാമത്തെ റെഡൊക്കെ കുറേ ഡിമാൻഡുള്ള ഐറ്റംസാണ്. അപ്പോൾ റെഡൊക്കെ നമുക്ക് അധികം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ തായ് ഫ്ലാഗാണ്, നമ്മുടെ തായ് ഫ്ലാഗ്. ഓക്കെ, പിന്നെ ഒരു തായ് ഫ്ലാഗ് കൂടി ഉണ്ട്. ഇത് അടുത്തത്. അങ്ങനെ ഒരു 5 ടാങ്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കേട്ടോ. നമുക്ക് ഫീമെയിൽസിനെ ഇറക്കി വെച്ച് കൊടുക്കാം.
ഇതാണ് നമ്മളുടെ കണ്ടീഷൻ ചെയ്യായിട്ടുണ്ടായിരുന്ന ഫീമെയിൽസാണ്. 2 ആഴ്ചയായി. അത്യാവശ്യം എഗ്ഗൊക്കെ ലോഡായിട്ടുണ്ട്. നമ്മൾ ചില്ല് ടാങ്കിലിട്ട് നോക്കുമ്പോൾ കാണാം. പിന്നെ നല്ല എനർജറ്റിക് ആണ്. അപ്പോൾ ലൈഫ് ഫീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഫീമെയിലിനെ നമ്മൾ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ലിറ്ററാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം ഒന്ന് എടുക്കും ഇതൊന്ന് പെയറായി വരാൻ. ഇത് നമ്മുടെ വൈറ്റിൻ്റെ ഫീമെയിൽ കേട്ടോ. പ്യുവർ വൈറ്റിൻ്റെ ഫീമെയിലാണ്. റെഡ് പിന്നെ ഓൾറെഡി 2 റെഡിൻ്റെ ഫീമെയിലാണ്. തായ് ഫ്ലാഗിൻ്റെ ഒരിക്കലും ഫീമെയിൽ മെയിലിനെക്കാട്ടും ഭയങ്കര സൈസ് ആവരുത്. അപ്പോൾ അത് മെയിലിന് കുത്തിക്കൊല്ലും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ. അങ്ങനെ നമ്മൾ മെയിലിനും ഫീമെയിലിനും തുറന്നു വിട്ടിട്ടുണ്ട്. അത് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി, പലതിലും ഉണ്ടാക്കി കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ ബബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല ബാക്കി എല്ലാ ടാങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അധികം സമയം അതിനുവേണ്ടി കളയണ്ട വിചാരിച്ചിട്ട് ഇത് മാത്രം കാണിക്കുന്നത്. നമ്മൾ പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ്. അത് ഒരുവിധം പെയറായി, എല്ലാത്തിലും നല്ല രീതിയിൽ ബബിൾസും എഗ്ഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നാളെ വിരിഞ്ഞതിന് ശേഷമുള്ള സീൻ കാണാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളത്തിലെല്ലാത്തിനും ആൽമണ്ട് ലീവ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിരിഞ്ഞ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വിരിഞ്ഞ് ഇറങ്ങി തുടങ്ങി. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ റെഡിൻ്റെ ഒരു എഗ്സിൻ്റെ ഒരവസ്ഥ. മൊത്തം വിരിഞ്ഞിട്ടുണ്ട്, അത്രയധികം കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര ക്ലോസ് ആയിട്ട് എടുത്ത് കാണുമെന്നറിയില്ല. കണ്ടോ, ചെറിയ ചെറിയ കുട്ടികളും മൂവ്മെൻറ്റ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫീമെയിലിൻ്റെ അടുത്ത് മാറ്റി. അപ്പോൾ മെയിലാണിത് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ നിലത്ത് ബബിൾസിൽ നിന്ന് വീഴുമ്പോൾ അത് വന്നിട്ട് മെയിൽ വന്നിട്ട് അത് തിരിച്ച് കൊണ്ടുവന്ന് അതിൽ തന്നെ വയ്ക്കും. കാരണം കുട്ടികൾക്ക് അത്ര വെള്ളത്തിൻ്റെ അടിയിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ഫ്രീസിം ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിമിയെ ഫീഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് കുട്ടികളാണ്, നിറച്ചും കുട്ടികളാണ്. ഇത്രയധികം കുട്ടികൾ ഇറങ്ങി കണ്ടിട്ടില്ല ഒരു ഫൈറ്ററിന്. അത്രയധികം കുട്ടികളുണ്ട്. റെഡ് ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നല്ല എൻക്വയറികളൊരായിട്ട് ആയതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് വളർത്തി വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇത് വേറെ ഒരെണ്ണം ഇപ്പോൾ ബ്രീഡ് ആവണേ ഉള്ളൂ. അത് പുതിയതായിട്ടൊരു പെയർ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഒരു ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി കുറച്ചാകുമ്പോൾ അപ്പോഴേക്കും ബ്രീഡായി തുടങ്ങിയത്. ഇത് വേറെ ഒരു വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്ലൂ ബിഗ് ഇയറിൻ്റെ ഫീമെയിലും റെഡ് നോർമൽ മെയിലും കൂടിയിട്ട് നമ്മൾ ക്രോസ് ആക്കി നോക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രത്യേകത കളർ ഡിഫറൻസൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പരീക്ഷണമാണ്. ഇനി നമ്മളുടെ എഗ്സൊക്കെ വിരിഞ്ഞ് പുറത്ത് വന്ന കുട്ടികൾക്ക് നമ്മൾ ആർട്ടിമിയ ഇന്ന് തൊട്ട് ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം ആർട്ടിമിയ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബെല്ലി, അതായത് വയറിൻ്റെ സൈഡൊക്കെ കുറച്ച് ഉയർത്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ കേട്ടോ, നിറച്ചും കുട്ടികളാണ്. അപ്പോൾ അത് അതിൻ്റെ ബെല്ലി സൈഡൊക്കെ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ആർട്ടിമിയ തിന്നു തുടങ്ങി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഇതിൽ തന്നെ ഷൂട്ടേഴ്സ് ഉണ്ടാവും. ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പെട്ടെന്ന് ഫുഡ് എടുത്ത് വലുതാവുന്നവൻ മറ്റുള്ളവരെ തിന്നും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടാൽ മതി. ഇവരിൽ നിന്ന് വ്യത്യസ്തമായി വലുതായിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ഇതിൽ നിന്ന് മാറ്റിയിടുക. കാരണം അല്ലെങ്കിൽ അവർ ഈ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ അവർ കഴിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഷൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാറ്റി വേറെ ഏതെങ്കിലും ടാങ്കിലേക്ക് ഇടുക. അല്ലെങ്കിൽ നമ്മളുടെ എൻറ്റയർ സെറ്റ് ഓഫ് ഫിഷ് നമുക്ക് കുട്ടികൾ നഷ്ടമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതാണ് മെയിൽ ഇപ്പോഴും ഫുൾ പ്രൊട്ടക്ഷനിൽ ഇതിൻ്റെ പിന്നും ചുറ്റി നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ നിറച്ച് കുട്ടികളാണ്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റിൻ്റെ മെയിൽ നോക്കി എന്ത് ഭംഗിയാണ് ഇതിന് കാണാൻ അല്ലേ. നല്ല കളർഫുള്ളാണ്. ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു യെല്ലോ മിക്സും വൈറ്റും ഒക്കെ കൂടിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ആ വൈറ്റിൻ്റെയും കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനും നമ്മൾ ആർട്ടിമിയ ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഇതായിട്ട് കാണാൻ പറ്റും. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന്. ഒന്നും കൂടി ക്ലോസ് ആയിട്ട് എടുത്തു കണ്ടോ. ഈ വൈറ്റ് ഡോട്ട്സൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ കുട്ടികൾ.
ഇനി വിരിയാനുണ്ട്. അല്ലാതെ നിറച്ചും വീണ്ടും ബബിൾസ് ഉണ്ടാക്കി വെച്ചാൽ അതിൽ കുട്ടികളെ വീണ്ടും തിരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിടുകയാണ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ, പാർട്ടിമി കഴിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് അത്രയായിട്ട് കാണുന്നത്. ഫീമെയിൽ മാറ്റിയിട്ട് നിറച്ചുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇത്രയധികം കുട്ടികളെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഒരു നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം, ഇതിൻ്റെ വളർത്തുന്നത്. താങ്ക് യു.